ശിവശക്തികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അങ്ങാടിയിലൊക്കെ പോയി കടയിൽ പോയി കഴിഞ്ഞാൽ ശിവശക്തിയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ശിവൻ പകുതി ശക്തി പകുതി എന്നിങ്ങനെ വരച്ച് കാണിക്കും. വരച്ച ഫോട്ടോകളുണ്ട്. അപ്പം അങ്ങനെയാണ് ശിവശക്തികളെ വരയ്ക്കുന്നത് പലരും. അത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വാമഭാഗം ഉമയ്ക്ക് കൊടുത്തു എന്ന് പല പുരാണ പ്രസിദ്ധമായ കഥകളുമുണ്ട്. പക്ഷേ ശിവശക്തികൾ അങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ശിവശക്തിയാത്മകമായിരിക്കുന്നത് എങ്ങനെയാണ്? ശിവനും ശക്തിയും രണ്ട് കഷണങ്ങളായി ഒട്ടിച്ച് വെച്ചതുപോലെയാണോ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം അതല്ല. വരയ്ക്കാൻ അങ്ങനെ സാധിക്കൂ, പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണ്? ശുക്ലശോണിതങ്ങളെ ചേർക്കുമ്പോഴാണ്, ശുക്ലശോണിതങ്ങൾ ചേരുമ്പോഴാണ് അത് കുഞ്ഞായി മാറുന്നത്. ശുക്ലത്തിലെ ബീജം അണ്ഡത്തെ ഭേദിച്ച് കലകലമാവണം. അപ്രകാരം ശോണിതം ചുവപ്പ് ശക്തിയും ശുക്ലം വെളുപ്പ് ശിവനും ചേർന്നാണ് ഓരോ ജീവനും ഭൂമിയിൽ ഉൽപ്പത്തിയാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നൊരു കുഞ്ഞിൽ പകുതി അമ്മയും പകുതി അച്ഛനുമായിട്ടാണോ ശരീരം കാണപ്പെടുന്നത്? അങ്ങനെയല്ല. അവൻ്റെ കണങ്ങളിൽ, ചെറിയ ചെറിയ കണങ്ങളിൽ പോലും, അവൻ്റെ ഓരോ സെല്ലിലും ഓരോ കോശത്തിലും ഈ മാതൃപിതൃ തത്വങ്ങൾ ഒരുപോലെ സങ്കലനം ചെയ്തിരിക്കുകയാണ്. പ്രപഞ്ചവും അതുപോലെ ശിവശക്തികളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഓരോ കണവും ഓരോ പൊടിയും ഓരോ ചെറിയ കണവും ശിവശക്തികളാൽ ചേർന്നിരിക്കുന്നു. ശിവശക്തി ആത്മകമാണ് ജഗത്ത്. അപ്പം എങ്ങനെയാണ് ശരിക്കും ഈ ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കടകളിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും ശിവശക്തികൾ ചേർന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് പാലിൽ പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ ഓരോ ഭാഗത്തുനിന്ന് എടുത്ത് കുടിച്ചാലും എപ്പോഴും മധുരം കലർന്നിരിക്കുന്ന പോലെ മാറാതെ കലർന്നിരിക്കുന്നതാണ്. ശിവതത്വത്തിൽ ശക്തിതത്വവും ശക്തിതത്വത്തിൽ ശിവതത്വവും പിരിച്ചെടുക്കാനാവാത്ത വിധം, വേർപിരിക്കാനാവാത്ത വിധം ഒരുപോലെ കലർന്നിരിക്കുന്നു. പാലിൽ മധുരം കലക്കുന്നത് പോലെ കലർന്നിരിക്കുന്നു. പൂവിൻ്റെ പരിമളം പോലെ, പൂവിനെയും പരിമളത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല. പൂവും പരിമളവും ഒരുപോലെ ഒന്ന് തന്നെയാണ്. വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥപ്രതിപത്തയേ ജഗതഃപിതരൗ വന്ദേ പാർവതീ പരമേശ്വരവും. കാളിദാസൻ എഴുതിയതാണ്. കാളിദാസൻ്റെ വന്ദന ശ്ലോകമാണ്. ജഗത്തിൻ്റെ പിതാക്കളായിരിക്കുന്ന ശിവശക്തികളെ വന്ദിക്കുകയാണ്. അതെങ്ങനെയാണ്? വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥപ്രതിപത്തയേ, വാക്കും അർത്ഥവും വേർപിരിക്കാനാവാത്ത വണ്ണം ഇരിക്കുന്നു. ജഗത്പിതാക്കളായ ഉലകത്തിൻ്റെ അപ്പനും അമ്മയുമായ പരമശിവനും പാർവതീദേവിയും അല്ലെങ്കിൽ പരമശിവനും പരാശക്തിയും ചേർന്നിരിക്കുകയാണ്. അതിനെ വേർപിരിക്കാനാവുന്നില്ല. വാക്കും അർത്ഥവും പോലെ. ഒരാൾ പശു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രവും പശു എന്താണെന്നുള്ള ആശയവും ആ വാക്കിൽ തന്നെ ഇരിക്കുന്നു. അതുപോലെ ഒരു വാക്കിൻ്റെ അർത്ഥം വാക്കിനോട് ചേർന്നിരിക്കുന്നു, വേർപിരിക്കാനാവാത്തതുപോലെ എന്നതുപോലെ ശിവശക്തികൾ പ്രപഞ്ചത്തിൽ ചേർന്നിരിക്കുന്നു. കണത്തിലും കണങ്ങളിൽ ചേർന്നിരിക്കുന്നു. ഇതാണ് ശിവശക്തി തത്വം. ഈ ശിവശക്തി തത്വം പിണ്ടാണ്ഡത്തിൽ, വ്യക്തിശരീരത്തിൽ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയായിട്ട് പരാശക്തി ത്രിപുരസുന്ദരിയുടെ അംശം ഇരിക്കുന്നു. അതേ പിണ്ടാണ്ഡത്തിൽ സഹസ്രാര ചക്രത്തിൽ പരമശിവൻ്റെ കൈലാസം സങ്കല്പിക്കപ്പെടുന്നു. പ്രാണായാമത്തിലൂടെയോ തീവ്രഭക്തിയിലൂടെയോ സേവയിലൂടെയോ ജീവന് ശ്രദ്ധയുണരുകയും അവൻ്റെ മൂലാധാരത്തിലിരിക്കുന്ന ജീവശക്തി ത്രിപുരസുന്ദരി അല്ലെങ്കിൽ സാക്ഷാൽ കുണ്ടലിനി, ശക്തി കുണ്ടലിനി, അവൾ
പിംഗള നാഡികളിലൂടെയുള്ള പ്രാണസഞ്ചാരത്തെ നിരോധിച്ച ശേഷം സാധകൻ സുഷുമ്നയിലൂടെ ജീവശക്തിയെ ഉയർത്താൻ പഠിക്കുന്നു. ആ ശക്തി ഓരോ ചക്രത്തെയും പരിപക്വപ്പെടുത്തി ഭേദിച്ച് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ 6 പടികളെ കടന്ന് പരമാത്മാവായിരിക്കുന്ന പരമശിവനിൽ രഹസ്യമായി ഈ ജീവശക്തി വീഴ്ച ചെയ്യുന്നു, ചേരുന്നു. അതിൻ്റെ ഫലമായി ജീവന് ഹർഷപുളകമുണ്ടാകുന്നു, ആനന്ദ അനുഭൂതി ഉണ്ടാകുന്നു. അവൻ ജീവൻ മുക്തനായി പരിണമിക്കുന്നു. സൗന്ദര്യലഹരിയിൽ ഇപ്രകാരം ഏകാന്തത്തിൽ തൻ്റെ പതിയോട് വീഴ്ച ചെയ്ത ശേഷം ജീവൻ്റെ ലക്ഷ്യമായ അമൃതവർഷത്തെ ആനന്ദ ലഹരിയെ നൽകിയ ശേഷം ഇവൾ തിരിച്ച് അവളുടെ രഹസ്യ കേന്ദ്രമായ മൂലാധാര കന്ധത്തിൽ ആ ഗുഹയ്ക്കകത്ത് തലവെച്ച് 3.5 ചുറ്റായി സർപ്പിണിയെപ്പോലെ ഉറങ്ങുന്നു. അപ്രകാരം ഒരു ആനന്ദാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, പരമാനന്ദാനുഭവം ഉണ്ടായി ജഗത്ത് മുഴുവൻ ശിവശക്തിയാണെന്ന് ദൃഷ്ടിയിൽ അമൃതാപ്ലാവനം നടക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് തൻ്റെ ജീവിതത്തിൽ പിന്നെ ഒന്നും നേടാനായിട്ടുള്ള ത്വരയുണ്ടാവില്ല. എല്ലാം ആയിക്കഴിഞ്ഞു. അതിനു വേണ്ടിയാണ് ഈ കാണുന്ന സർക്കസ് മുഴുവൻ സമൂഹത്തിൽ നടക്കുന്നത്.